സോ ഹേ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ എന്ന് പറഞ്ഞ ചേട്ടനാണ് നമുക്ക് ലിഫ്റ്റ് ചെയ്യുന്നത്. വലിയ അടിപൊളി വ്യൂ ഒന്നും അല്ല, ഇതാണ് വാട്ടർഫാൾ. ഇടലം വ്യൂ പോയിന്റിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ ക്രോസ് ഒക്കെ ഉണ്ട്. ഇതാണ് ചോട് ശർക്കര, കഴിച്ചു നോക്കും. സൂപ്പർ ചേട്ടാ. കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്താൽ വൈൽഡ് ആനിമൽസ് വരും. ഇന്ന് നമ്മളുള്ള കാന്തല്ലൂരാണ്. ഇടുക്കി ഡിസ്ട്രിക്റ്റിലുള്ള കാന്തല്ലൂർ എന്ന് പറഞ്ഞൊരു വില്ലേജിലാണ് നമ്മളുള്ളത്. നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത ഫാമാണിത്. SK ഫാം എന്നാണ് ഈ ഫാമിന്റെ പേര്. നമ്മൾ നിന്നത് ആ ഒരു കേവ്സിലാണ്. അതൊരു കേവാണ്. കേവിനകത്ത് അവരൊരു റൂം പോലെ സെറ്റ് ചെയ്തെടുത്തൊരു സെറ്റപ്പാണ്. 1, 2, 3 റൂംസ് ഉണ്ട്. നമ്മൾ ഇന്ന റൂം കാണിച്ചു തരാം. നമുക്ക് ഈ റൂമിനായത് പെർ ഹെഡ് 1000 റുപ്പീസ് ആണ്. നമ്മൾ 3 പേരുണ്ടായിരുന്നു. അപ്പോൾ 3000 റുപ്പീസ് ആണ് ആയത്. ഫുഡില്ല, ഫുഡിന് എക്സ്ട്രാ ആണ്. ഇതാണ് റൂം. ഇത് ആക്ച്വലി കേവാണ്. കേവിനെ അവർ സെറ്റ് ചെയ്തെടുത്തതാണ്. റൂം കാണിച്ചു തരാം. അത്യാവശ്യം നല്ല വലിയ റൂമാണ്. റൂം ഒരു 5 പേർ കിടക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. പക്ഷേ ആള് കൂടുന്നതനുസരിച്ച് റേറ്റും കൂടും. നല്ല തണുപ്പാണ്. ഓക്കെ, ഒരു രക്ഷയില്ല. സൂപ്പർ തണുപ്പായിരുന്നു രാത്രി. നമ്മൾ ഇന്ന് നിൽക്കാൻ പോകുന്നത് ലോഗ് ഹൗസിലാണ്. ലോഗ് ഹൗസ് കാണിച്ചു തരാം. കിടലല്ലേ, എങ്ങനെയുണ്ട് ആ വ്യൂ ഒക്കെ? അതായത് മറ്റേ തടിയിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അതോ അടിയിൽ തടിയാണ്. മുകളിലാണ് ഈ ബാംബുവിൻ്റെ സെറ്റപ്പൊക്കെയാണ്. റൂഫൊക്കെ ഓലയിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വ്യൂ തന്നെ അടിപൊളി. വേണ്ട, ഫ്രണ്ടിൽ മറ്റേ രാത്രി തീ കായാനുള്ള ഏരിയയൊക്കെ ഉണ്ട്. ഇരിക്കാൻ സെറ്റപ്പ് ഉണ്ട്. ഫുള്ള് വ്യൂ അടിപൊളി. ഒരു പ്രത്യേക രസം തന്നെ ഇവിടെ. ഇതിനകത്ത് വാഷ്റൂം എല്ലാം ഉണ്ട്. ഇതിനകത്ത് റൂം കാണിച്ചു തരാം. ഓക്കെ, ഈ റൂം നമുക്ക് ഒരു ദിവസത്തേക്ക് കിട്ടിയത് പെർ ഹെഡ് 1000 രൂപയാണ്. നമ്മൾ 3 പേരുണ്ട്. സോ 3000 റുപ്പീസാണ് നമുക്ക് ഈ റൂമിന് ആവുന്നത്. റൂമിൻ്റെ അകം കാണിച്ചു തരാം. അത്യാവശ്യം 4 പേർക്ക് വരെ കിടക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ഫുൾ തടിയും ബാമ്പും ഒക്കെയാണ്. കണ്ട, തടിയാണ്. മേളിൽ ഫുള്ള് ബാമ്പു. ഇതിൻ്റെ പുറത്തുള്ള വ്യൂ ആണിത്. കണ്ട, താഴോട്ട് കാണുന്ന ഫുള്ള് കാന്തല്ലൂരാണ്. സോ നമ്മൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ കാന്തല്ലൂർ എക്സ്പ്ലോർ ചെയ്യണം. മറയൂർ പോകണം. അല്ലേ വിനുബേ? വേറെ ശർക്കര ഫാക്ടറി ഉണ്ട്. ഇവിടെ കരിമ്പ് ഫാം ഉണ്ട്. കരിമ്പിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് തന്നെ എല്ലാം സെറ്റ് ചെയ്യണം. ഫാക്ടറി 2-3 ഫാക്ടറി ഒക്കെ ഉണ്ട്. അത് എക്സ്പ്ലോർ ചെയ്യണം. നമ്മൾ പറ്റുവാണെങ്കിൽ ഫോറസ്റ്റ് ആര നമ്മുടെ സാൻഡൽവുഡ് അതിന്റെ സെറ്റപ്പ് ഉണ്ട്. അത് ഉറപ്പില്ല, നമുക്ക് പെർമിഷൻ കിട്ടുമല്ലോ അറിയത്തില്ല. പെർമിഷൻ കിട്ടുവാണെങ്കിൽ അതും കാണിച്ചു. സോ അങ്ങനെ നമ്മൾ രാവിലെ ഇറങ്ങിയാണ്. ഭയങ്കര തണുപ്പ്. അതുകൊണ്ട് ഞാൻ ഹുഡിയും കൂടെ എടുത്തിട്ട് രാവിലെ ഒരു രക്ഷയില്ല. 16, 14 ക്ലൈമറ്റ്. നമ്മളിതാ വണ്ടിയൊക്കെ എടുത്ത് ഇറങ്ങിയാണ്. പോൾ ബ്രോ രാവിലെ എങ്ങോട്ടാണ് പോകുന്നത്? മറയൂർ സാൻഡൽ ഫോറസ്റ്റിനകത്ത് കയറ്റാൻ പറ്റും. കയറ്റോ? നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. നമ്മളുടെ സ്റ്റേയിലുള്ള ബ്രോയുടെ പരിചയത്തിൽ ആരും ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഭ്രമര വ്യൂ പോയിന്റ് ഒക്കെ പോകണമെന്നാണ് ആഗ്രഹം. അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ പോകുന്നു. ഉള്ള സ്ഥലങ്ങളൊക്കെ കാണുന്നു. പ്ലാനായിട്ട് അങ്ങനെ ഒന്നുമില്ല. എക്സ്പ്ലോർ ദ അൺസീൻ പ്ലേസസ്. ഓക്കെ, നമ്മളിത് രാവിലെ ഒരു വണ്ടിക്കാരുണ്ടായിരുന്നു. പുള്ളിയെ എടുത്ത് റേറ്റ് ഒക്കെ ചോദിച്ചപ്പോൾ എത്രയാണ് പറഞ്ഞത്? ഭ്രമരം വ്യൂ പോയിന്റ്, സ്ട്രോബെറി ഫാം വിസിറ്റ്, ആപ്പിൾ ഫാം വിസിറ്റ് ഇത് ഇത്രയും 1000 ആണ്. മുരുകൻ മല, പിന്നെ വേറെ എന്തൊക്കെയോ കുറച്ച് ഓഫ് റോഡ് ആയിട്ടുള്ള എക്സ്ട്രീം ആയിട്ട് അത് 4 രൂപയാണ് ഒരു ജീപ്പിന്. നമ്മൾ പിന്നെ മിക്കടുത്ത് ബൈക്കിൽ പോകുന്നതാണ് വിചാരിക്കുന്നത്. ഭ്രമരം വ്യൂ പോയിന്റിലൊക്കെ ബൈക്ക് കൊണ്ട് പോകാന്നാണ് ആ ചേട്ടൻ പറയുന്നത്. സോ ആ ചേട്ടൻ നമുക്ക് റൂട്ടൊക്കെ പറഞ്ഞു തന്നു, എവിടെയൊക്കെ പോകണം, എന്തൊക്കെ കാണണമെന്ന്. നമ്മൾ ആദ്യം പോകാൻ പോകുന്നത് ഭ്രമരം സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷനായ ഭ്രമരം വ്യൂ പോയിന്റിലോട്ട്. സോ അങ്ങനെ നമ്മൾ ഭ്രമരം വ്യൂ പോയിന്റിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. വണ്ടി നമ്മൾ മുകളിൽ വെച്ച് നടന്നു പോകാന്നാണ് വിചാരിച്ചത്. അപ്പോൾ നമുക്കൊരു ചേട്ടൻ ലിഫ്റ്റ് വന്ന് ഈ വണ്ടിയിലാണ് നമ്മൾ വന്നത്. അപ്പു എന്ന് പറഞ്ഞ ചേട്ടനാണ് നമുക്ക് ലിഫ്റ്റ് തന്നത്. താങ്ക് യു ചേട്ടാ, ലിഫ്റ്റൊക്കെ തന്നതിന്. അവിടെ ഇവിടെ ഒരുപാട് ഏറുമാടങ്ങളുണ്ട്. നമുക്ക് ഏതെങ്കിലും ഏറുമാടത്തിലൊക്കെ കയറി ഇവിടുത്തെ വ്യൂ ഒക്കെ നോക്കാം. സോ നമ്മൾ വന്നപ്പോൾ ഈ ഹട്ടിൽ കുറച്ച് ആളുകളുണ്ടായിരുന്നു. അവരൊക്കെ ഇറങ്ങിപ്പോയി. നമുക്ക് ഹട്ടിലോട്ട് കയറാം. കമോ. പിന്നെ ഹട്ടിൽ കയറുമ്പോൾ സൂക്ഷിച്ചൊക്കെയാണ് കയറാൻ. പടിയൊക്കെ നല്ല വൃത്തി ആടുന്നുണ്ട്. ഹട്ടിൽ കയറിയപ്പോൾ ഒരു പ്രത്യേക തണുപ്പൊക്കെ ഉണ്ട്. ഹട്ടിനകത്തുനിന്ന് പുറത്തോട്ടുള്ള വ്യൂ കാണിച്ചു തരാം. വലിയ അടിപൊളി വ്യൂ ഒന്നും അല്ല. അത്ര പോരെ സംഭവം. ഹട്ടിന്റെ ഈ കൂര കാരണം വ്യൂ മറയും. കണ്ടോ, ഇവിടെ നിന്ന് താഴെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ മുകളിൽ കയറുമ്പം കയറാൻ വലിയ പ്രശ്നമില്ല. താഴോട്ട് ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചാണ് ഇറങ്ങാൻ. കയറുന്ന പോലെ എളുപ്പമല്ല. ഇറങ്ങുമ്പം ഒരുപാട് പേര് ഒരുമിച്ച് ഇറങ്ങാതിരിക്കാൻ ശ്രമിക്കുന്നത്. നല്ല ആട്ടമുണ്ട്. നമ്മൾ 3-4 പേര് ഒരുമിച്ച് ഇറങ്ങിയോ ഇങ്ങനെ ആടി ഒരാൾ വെയിറ്റ് ചെയ്തിട്ട് പയ്യൊക്കെയാണ് ഇറങ്ങിയത്. അപ്പോൾ അവിടെയും ഒരു ഏർമാടം ഉണ്ട്. അവിടെ കയറുമ്പോൾ കുറച്ചുകൂടെ വ്യൂ കിട്ടുമെന്ന് തോന്നുന്നു. നമ്മൾ താഴോട്ടൊക്കെ ഒന്ന് കറങ്ങിയിട്ട് അവിടെ കയറി നോക്കാമെന്ന് വിചാരിക്കുന്നു. സോ ഈ ഒരു ഏരിയ വെച്ചാണ് മൂവിയൊക്കെ ഷൂട്ട് ചെയ്തത്. ആകണ്ട, കാണാൻ നല്ല രസമുണ്ട്. ഓ, ആ താഴോട്ടൊക്കെ എവിടെയാണെന്നൊന്നും ഒരു പിടിയില്ല. പലതരത്തും നോക്കുമ്പോൾ പല പല സ്ഥലങ്ങളാണ് കാണുന്നത്. പക്ഷേ കാണാൻ നല്ല രസം. സൂപ്പർ. അവിടെ ഒരു മലയുണ്ട്, അതൊക്കെ കാണാൻ അടിപൊളി. അവിടെ നിന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ ഒരു അടിപൊളി വ്യൂ പോയിന്റ് ഉണ്ട്. ഈ ഒരു വ്യൂ പോയിന്റ് ആണ് അടിപൊളി. ആ മലയൊക്കെ അടിപൊളി, നല്ല രസമുണ്ട്. ഗായ്സ്, ഇവിടെ വന്നപ്പോൾ പുൽത്തൈലം ഉണ്ടാക്കണ ഒരു ഹട്ട് പോലത്തെ ഒരു സംഭവം കണ്ടു. നമുക്ക് കയറി നോക്കാം എത്ര രൂപയാണെന്ന് നമുക്ക് ചോദിക്കാം. ഇതാണ് ആ ഹട്ട്. പുൽത്തൈലം ഉണ്ടാക്കുന്നത് ഇവിടെയാണ്. ഇതാണ് അതിന്റെ. എങ്ങനെയാണ് ഇവിടെ നിന്ന് പുൽത്തൈലം ഉണ്ടാക്കണേന്ന് നമുക്ക് ഇവിടെ തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഈ പുൽത്തൈലം എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് ഒന്ന് പറയാൻ പോകാണ്. ഈ പുല്ല് വെറും പുല്ലെന്ന് ആരും പറിക്കാൻ പാടില്ല. പറിച്ച 500 ഫൈൻ മേടിക്കും ഞങ്ങള്. അപ്പോൾ ആ പുല്ല് മുറിച്ച് വെയിൽ സമയമാണെങ്കിൽ ഒരു ദിവസം മുറിച്ച് പറമ്പത്തേന് നടണം സകലം ഉണങ്ങാൻ വേണ്ടി. പിറ്റേ ദിവസം നമ്മൾ ഷെട്ടിലാക്കി വെക്കുക. ആദ്യം ഇവിടെ ഷെട്ടിലാക്കി വെച്ചിട്ട് ഇവിടെ ഒരു 3 അടി ഭാഗം നമ്മൾ വെള്ളം ഒഴിക്കുക. ഇവിടെ
ഇവിടെ ഒരു 3 അടി ഭാഗം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇവിടെ തീ കത്തിക്കണം. വിറകിട്ട് തീ കത്തിച്ചിട്ട് വെള്ളം ചൂടാക്കി തിളപ്പിക്കണം. വെള്ളം ചൂടാക്കി തിളപ്പിന് ശേഷം നമ്മൾ പുല്ലാക്കേണ്ടത്. പുല്ല് എവിടെയാണ്? നല്ലവണ്ണം പുല്ലാക്കിയതിന് ശേഷം നല്ലവണ്ണം ടൈറ്റാ പുല്ലാക്കി വെച്ചിട്ട് ഇതുപോലെ ഈ അടപ്പ് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് പുല്ല് ചാണക ചണ്ട കൊണ്ട് സ്റ്റീൽ ചെയ്യണം ആവി പോകാത്ത രീതിയിൽ. എന്നിട്ട് 2.5 മണിക്കൂർ തീയിട്ട് വറക്കുമ്പോൾ അവിടെ നീരാവിയായിട്ട് താഴെ പോകും. ഇറങ്ങായിട്ട് താഴെ ആ പാത്രത്തിൽ പോയി ചേരുമ്പോൾ 3 തൈലം വേണ്ടി തിരിഞ്ഞ് നിൽക്കും. ഏറ്റവും താഴെ വെള്ളവും സെൻറ്ററിൽ മറ്റും ടോപ്പിൽ തൈലം നിൽക്കും. ആ ഒറിജിനൽ തൈലാണിത്, ഫുൾ തൈലം. അങ്ങനെ നമ്മൾ ഒരു മാഗി കഴിക്കാൻ വേണ്ടി ഒരു കടയിൽ വന്നപ്പം ഇഡ്ഡലി പാക്കറ്റ് ഇഡ്ഡലി എന്താണെന്ന് അറിഞ്ഞോണ്ട് നമുക്ക് തുറന്നു നോക്കാം പറഞ്ഞിട്ടുണ്ട്. പോൾ ബ്രോ ഇഡ്ഡലിയുടെ ഷേപ്പ് ഉണ്ടെന്നേ ഉള്ളൂ, വെള്ള കളറൊന്നുമില്ല. നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാം. ചീറ്റോസ് ഒക്കെ പോലെ ഇരിപ്പുണ്ട്. ചീറ്റോസിൻ്റെ ലൈസിൻ്റെ എന്തോ ഇന്ത്യൻ മസാല ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ടേസ്റ്റാണ്. ഇഡ്ഡലിയുടെ ഷേപ്പ് മാത്രമേ ഉള്ളൂ. നമ്മൾ 3 മാഗി പറഞ്ഞിട്ടുണ്ട്, പിന്നെ ചായയും പറഞ്ഞിട്ടുണ്ട്. നമുക്കിതെല്ലാം കഴിച്ചിട്ടാണ് അടുത്ത ലൊക്കേഷനിലോട്ട് പോയത്. അപ്പോൾ അടുത്തത് എവിടെ? ഹണി റോക്ക്. വന്ന വഴിക്കാണ് ഈ ഹണി റോക്ക്. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ അതിൻ്റെ ബോർഡൊക്കെ കണ്ട്. ഓക്കെ, നമുക്കിനി നേരെ അങ്ങോട്ട്. സോ അങ്ങനെ നമ്മൾ അടുത്ത ലൊക്കേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഭ്രമരം ഷൂട്ടിംഗ് പോയിന്റ് തൊട്ടടുത്ത് തന്നെയാണ് ദ ഹണി റോക്ക് കാന്തല്ലൂർ. ആ എൻട്രൻസ് ഇവിടെയാണ്. ഇവിടെ നിന്ന് കുറച്ച് എന്തോ നടക്കാനുള്ളൂ. ടിക്കറ്റ് ഉണ്ടെന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും കയറി നോക്കാം. ഇവിടെ ടിക്കറ്റ് ഒന്നുമില്ല, ഫ്രീ ആണ്. ആ ഫ്രണ്ടിൽ വരുമ്പോൾ ഒരു ഷോപ്പുണ്ട്. ഷോപ്പിൽ തേനൊക്കെ ഉണ്ട്. അല്ല, ഈ റോക്കിൽ നിന്ന് വരുന്ന തേനാണ്. എടുക്കുക ഇല്ല. ആ പുറത്തുനിന്നാണ്. ആ എത്രയാണ്? 4 ലിറ്റർ ആണ്. 4 ലിറ്റർ അല്ലേ? 250. ഒരുപാട് നടക്കാനില്ല, കുറച്ച് നടക്കാനുള്ളൂ. എൻട്രൻസ് ഫ്രീ ആണ്. മോളിൽ പോയി ആ ഹണി റോക്ക് കാണിച്ചാൽ ഗൈസ്. അങ്ങനെ നമ്മൾ കയറിയിരിക്കുകയാണ് നമ്മുടെ ഹണി റോക്കിൻ്റെ മുകളിൽ. കുറച്ച് നടന്ന് കയറാനുള്ളതേ ഉള്ളൂ, പക്ഷെ നടന്ന് പറഞ്ഞ വഴി ഫുള്ള് ചറുക്കാണ്. മഴയൊക്കെ ആയതുകൊണ്ട് ചെറിയ ചറുക്കിയൊക്കെയാണ് വന്നത്. വന്ന വഴി കൊള്ളാം, പാറയൊക്കെയാണ്, പക്ഷെ സൂക്ഷിച്ചൊക്കെ വരണം. ചെറുതായിട്ടൊക്കെ സ്ലിപ്പറിയാണ്. ഇതാണ് ഹണി റോക്ക്. ഹണി റോക്ക് എന്ന് മെയിനായിട്ട് പറയണത് എന്താണെന്ന് വെച്ചാൽ അതാ ഈ പാറയുടെ ഇടയിൽ തേനീച്ചക്കൂടുണ്ട്. ദോ ആയിരിക്കുന്നുണ്ടാ, ദോ അതൊക്കെയാണ് തേനീച്ചക്കൂട്. ഇപ്പം അതിൽ തേനൊന്നുമില്ല, ഫുൾ ഡ്രൈ ആയിട്ടിരിപ്പുണ്ട്. മുമ്പ് ഇതിൽ തേനുണ്ടായിരുന്നേ ഇരിക്കണം. ആണല്ലേ, കറന്റ് തേനൊന്നുമില്ല. ഇതാ കണ്ട, നല്ല കാണാൻ നല്ല രസമുണ്ട് പാറ. അവരവിടെ നിന്ന് തൂങ്ങിയൊക്കെ ഇറങ്ങിയായിരിക്കും ആ തേന് എടുക്കുന്നത്. കണ്ട, ഒരുപാടുണ്ട്. കണ്ട. സോ അങ്ങനെ നമ്മൾ ഇരച്ചിൽ പാറ വാട്ടർഫാൾസിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാണ് വാട്ടർഫാൾസ്. സൂപ്പർ, അടിപൊളി. ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് കുളിക്കാനൊക്കെ പറ്റും. നമ്മൾ കുളിക്കാനൊന്നും ഇറങ്ങുന്നില്ല. ഓ, ആ കാണുന്നതാണ് എവിടെ? അയ്യോ, ആ മല എവിടെ? അതാണ് മുരുകൻ മല. അങ്ങോട്ട് പോകാൻ പറ്റും. ഓഫ് റോഡാണ്. നമുക്ക് ജീപ്പ് മാത്രമേ അലൗഡ് ആയിട്ടുള്ളൂ, ബൈക്ക് കയറൂല. അല്ലെങ്കിൽ നമ്മളൊന്നൊരു കൈ നോക്കിയേനെ അല്ലേ ബ്രോ? ഇവിടെ നിന്ന് കുറച്ച് എത്ര 10-20 കിലോമീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ. നമുക്കിത് അതിൻ്റെ ഇടയിലൊക്കെ പോയി ഇരിക്കാൻ പറ്റും. അവരൊക്കെ ഇരിക്കുന്നുണ്ടാ. ആണ്ടാ, ഇതാണ് വാട്ടർഫാൾ. കാണാൻ നല്ല രസമുണ്ട്, അടിപൊളി. നമ്മൾ ഹണി റോക്കിൽ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്ററിനകത്തേ ഉള്ളൂ. അത്ര നമ്മൾ ഓടി വന്നോളൂ. ഇതാ റൂട്ട് പറഞ്ഞോടാ. ജംഗ്ഷനിൽ നിന്ന് ഒരു റൈറ്റ് എടുക്കണം. അവിടെ ഒരു മെഡിക്കൽസ് ഉണ്ട്. മെഡിക്കൽസിൻ്റെ പേര് വിട്ടുപോയി. അവിടെ നിന്ന് റൈറ്റ് എടുത്ത് വരണതാണ് ഇരച്ചിൽ പാറ വാട്ടർഫാൾസിൻ്റെ ആ റോഡ്. ഉണ്ടാ, ആ റോഡ് വരുമ്പോൾ ഈ ചെറിയ റോഡ്, ഈ ഒരു വീതിയുള്ളൂ റോഡ്. കോൺക്രീറ്റ് റോഡാണ്. ഈ ഒരു വീതിയുള്ളൂ. എന്നാൽ അടിപൊളി വാട്ടർഫാൾസ്. അയ്യോ, വണ്ടിയൊക്കെ വരണം. നോക്ക്, അടിച്ച് കയറിയാണ് അമ്മമാർ വരണം. സോ അങ്ങനെ നമ്മൾ മുരുകൻ പാറയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞാൻ കുറച്ച് നേരം താഴെ നിന്ന് കാണിച്ചില്ല. അവിടെ വരാൻ പറ്റൂലെന്ന ജീപ്പുകാർ പറഞ്ഞ്, പക്ഷേ വരാൻ പറ്റും. വന്ന് നമ്മളെ വണ്ടി അവിടെ പാർക്ക് ചെയ്ത്. ഇതാണ് ഓഫ് റോഡ്. ഈ റോഡാണ് നമുക്ക് വണ്ടി ബൈക്കിൽ കയറാൻ പറ്റുന്നത്. അത് നടന്ന് കയറാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മളവിടെ താഴ്ന്ന ഒരു ജീപ്പുകാരൻ പറഞ്ഞ് നിങ്ങൾക്ക് അങ്ങോട്ട് മുകളിൽ കയറാനേ പറ്റൂല, ഭയങ്കര പാടായിരിക്കും, 2000 രൂപ എന്നാൽ ജീപ്പിൽ കൊണ്ടുപോകാം. നമ്മൾ പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ ഇപ്പോൾ അവിടുത്തെ ആളാണ് പറഞ്ഞത്. അമ്മ പറഞ്ഞു നിങ്ങൾക്ക് ബൈക്കിൽ പോവാം, ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് കുറച്ച് നടന്നാൽ മതി, നിങ്ങൾക്ക് ആ പാറേനെ മുകളിൽ കയറാം. ഈ ഒരു കുറച്ച് മാത്രമേ നടക്കാനുള്ളൂ. സ്ഥലത്തിൻ്റെ പേര് മുരുകൻ പാറ. ഗൈസ്, ജീപ്പ് കയറി വരുന്ന കാണിച്ചു തരാം. എന്താ കണ്ട, അങ്ങനെ അതിലേക്കാണ് പറഞ്ഞത്. ആ വണ്ടി ഇറങ്ങിപ്പോണം. ഇത് മുനിയറേ. എന്താണ് മുനിയറെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താണ്. പണ്ട് കാലത്ത് മുനിമാര് വന്ന് തപസ് ചെയ്യണ സ്ഥലമാണ് മുനിയറ. സ്റ്റേ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് കാന്തല്ലൂരിൽ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി. ഓ, പക്ഷേ ഇതിപ്പോൾ കറണ്ട് ക്ലോസ് ചെയ്തിട്ടൊക്കെയാണ്. അവിടെ ഒരെണ്ണമുണ്ട്, അവിടെ 3-4 ഉണ്ട്. ക്ലോസ്ഡാണ് എല്ലാം. മറ്റേ വേലയിട്ട് തിരിച്ചേക്കുക, ആൾക്കാരൊന്ന് നശിപ്പിക്കുന്നതുകൊണ്ട്. ഓ, ഇത് അവിടെ ഉണ്ട് പറഞ്ഞത്. അതും വേലയിട്ട് സംരക്ഷിച്ച് വെച്ചിരിക്കും. പക്ഷെ ഫുള്ള് വേലയിട്ട് ഫുള്ള് പുല്ല് കിടക്കും. പുല്ല വളർന്ന് കാണാൻ പറ്റാത്ത രീതി. അതാ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടോപ്പിൽ പോയി ഇതിൻ്റെ വ്യൂ ഒക്കെ നോക്കിയിട്ട് വരാം. ഗൈസ്, മുരുകൻ മല അടിപൊളി. എവിടെ നിന്ന് നോക്കിയാലും ഫുൾ ചുറ്റും മലയാണ്. ഇതാ കണ്ട, അവിടെ മല, ഇവിടെ ഇത്രയും മല, എല്ലാ മല കാണാൻ നല്ല രസമുണ്ട്. നോക്കും, അവിടെയൊക്കെ ഉള്ള മലയെന്ന് വെച്ചാൽ നല്ല വലിയ മലകൾ. ജീപ്പൊക്കെ ഇറങ്ങി വരണം. നോക്ക്, കിടന്നൊക്കെയാണ് പറഞ്ഞത് ജീപ്പ്. ഇത് കാണാനൊക്കെ നല്ല രസം, സൂപ്പർ, ഒരു രക്ഷയില്ല. അവിടെ കുറേ ക്രോസൊക്കെ ഉണ്ട്. ഇവിടെ കുറേ കല്ലൊക്കെ അടുക്കി വെച്ചിരിക്കുന്നുണ്ട്. ഇവിടെ ടെമ്പിൾ ഉണ്ടാകുന്നോ, ഡോൺ ക്ലൈം ദ ടെമ്പിൾ.
ഓ ഇതാണെന്നാണ് തോന്നുന്നത് കേട്ടോ. ഓ ഇവിടെ വന്ന് നമുക്ക് കല്ല് അടുക്കി വെക്കണം, അതാണെന്ന് തോന്നുന്നു ഇവിടുത്തെ നേർച്ച. സംഭവം അറിഞ്ഞൂടെ, എല്ലാവരും ഇവിടെ വന്ന് കല്ല് നിരത്തി അടുക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് മുരുകൻ്റെ ടെമ്പിൾ. നമ്മൾ ആദ്യം വിചാരിച്ച് ഇങ്ങോട്ട് വരണ്ട, ജീപ്പ് മാത്രമേ കയറുള്ളൂ. ആ ഫുഡ് കഴിക്കാൻ പോയപ്പോഴാണ് അവർ നമ്മളടുത്ത് പറഞ്ഞത് ബൈക്കും കയറും കുറച്ച് നടന്നാൽ മതി. ഇവിടെ വന്നില്ലെങ്കിൽ ഭയങ്കര മിസ്സായി പോകാനെ. കിടിലം സ്ഥലം കേട്ടോ, ഒരുപാട് നല്ല മലകളും ഒരുപാട് നല്ല വ്യൂ പോയിന്റുള്ള കിടിലം അടിപൊളി സ്പോട്ട്. കാശ് നമ്മൾ കുറച്ച് നേരത്തെ ഇന്ന് ഇരച്ചിൽപ്പാറ വാട്ടർഫാൾസ് അതാണ് ഉണ്ട് കണ്ട വാട്ടർഫാൾസ്. അവിടെ നിന്നാണ് ഞാൻ നേരത്തെ ഇവിടെ കാണിച്ചു തന്നത്. ജിയോ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല, അടിപൊളി വ്യൂ, ഫുൾ 360 വ്യൂ ഞാൻ കാണിച്ചു തരാം. അടിപൊളി ചുറ്റും മല. സോ അങ്ങനെ മുരുകൻ പാറയിലെ ഒരു കിടിലം വ്യൂ പോയിന്റിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ ഒരു ക്രോസ് ഒക്കെ ഉണ്ട്. ആ സൈഡ് കാണുന്നതെല്ലാം കാന്തല്ലൂർ, ഈ സൈഡ് ആ പാലം കണ്ട, പാലത്തിൻ്റെ ഇപ്പുറത്തെല്ലാം മറയൂരാണ്. കിടിലം, ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ അടിപൊളി സ്ഥലം. ഫുള്ള് മലകളും ഗ്രാമവും അതിൻ്റെ ഇടയിലുള്ള ആ വെള്ളച്ചാട്ടം, അത് അങ്ങനെ വരുന്നൊരു വെള്ളച്ചാട്ടമുണ്ട്. ഇത് അപ്പുറത്താണ് മറ്റേ നമ്മുടെ ചിലന്തിയാർ. ക്രോസിൻ്റെ ബാക്ക്ഗ്രൗണ്ടും എല്ലാം കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത്. സോ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയാണ് ഇനി അടുത്ത സ്പോട്ടിലോട്ടാണ് പോകുന്നത്. സോ അങ്ങനെ നമ്മളൊരു ശർക്കര ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ വന്ന് ചേർന്നിരിക്കുകയാണ്. ഇതാണ് ഫാക്ടറി, ഇതിനകത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതാണ് ഉണ്ടായ ശർക്കര. ഇത് എത്ര സമയം എടുക്കും ശർക്കര ഉണ്ടാക്കാൻ? ഒരു 3 മണിക്കൂറോ 3.5 മണിക്കൂർ. ഇതാണ് ചൂട് ശർക്കര, കഴിച്ചു നോക്കും. എങ്ങനെയുണ്ട് ചൂട് ശർക്കര? സൂപ്പർ കേട്ടോ. അവിടെ പുകയൊക്കെ പറഞ്ഞാ അവരതിൽ തീയിടും. ഇതെന്താണിത്, എങ്ങനെയാണെന്നുള്ള ഒരു പിടിയില്ല. ഇതിനെ ഈ ജ്യൂസ് പോലെ ആക്കും, പിഴിയും. പിഴിഞ്ഞിട്ട് ജ്യൂസിനെ എടുത്ത് ഇത് ഒഴിക്കും, ഇതിനെ ചൂടാക്കുമ്പം ഈ നമ്മൾ പഞ്ചസാര ചൂടാക്കി ലാസ്റ്റ് കൺസിസ്റ്റൻസി കട്ടിയായിട്ട് വരുന്നത്. പഞ്ചസാര ലൈന് പോലെ അതുപോലെ കരിമ്പ് കട്ടിയായിട്ട് ജ്യൂസ് നല്ല കട്ടിയാകുമ്പോഴാണ് ഇതുപോലെ ശർക്കരയായി വരുന്നത്. അതിനകത്ത് തണുപ്പിക്കും. പിന്നെ ഇവരിതൊക്കെ സെറ്റ് ചെയ്താ ഉരുട്ടി വെക്കണതാണ്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ വേറൊരു പ്രോപ്പർട്ടി വന്നിരിക്കുകയാണ്. ഇവിടെ വന്നാൽ വൈൽഡ് ആനിമൽസിനെ കാണാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്താൽ വൈൽഡ് ആനിമൽസ് വരും. അതിനെയൊക്കെ കണ്ടിട്ട് പോകാനാണ് നമ്മളിവിടെ വന്നത്. പ്രോപ്പർട്ടി കിടിലം പ്രോപ്പർട്ടി. അവിടെ ഒരു എ ഫ്രെയിം പ്രോപ്പർട്ടി ഉണ്ട്, അവിടെ ഒരു മഡ് ഹൗസ് ഉണ്ട്, പിന്നെ ഡോഗ് ഹൗസ് ഉണ്ട്, പിന്നെ അവിടെ ഒരു മറ്റേ കേവ് ഹൗസ്, നമ്മൾ അവിടെ നിന്ന് പോലത്തെ കേവ് ഹൗസ് ഉണ്ട്. ഇവിടെ ഒരു പൂളുണ്ട്. ഈ പൂളിലാണ് വൈൽഡ് ആനിമൽസ് ഒക്കെ വെള്ളം കുടിക്കാനൊക്കെ വരണമെന്നാണ് പറഞ്ഞത്. വല്ല കാട്ടുപോത്തോ എന്തെങ്കിലുമൊക്കെ വന്നാൽ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇന്നലെ ഇവിടെ കാട്ടുപോത്ത് ഒക്കെ വന്നിട്ടുണ്ടെന്ന് ആ ചേട്ടൻ ഫോട്ടോ കാണിച്ചു തന്നു. ഇന്ന് വരികയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. സോ ഗായ്സ്, അങ്ങനെ മണി 6 ഇതുവരെ ഇവിടെ വൈൽഡ് ആനിമൽസ് ഒന്നും വന്നില്ല. നമ്മൾ കാണാൻ വേണ്ടി വന്നപ്പോൾ ഒന്നുമില്ല. ഇന്നലെ ഈ സമയം ഇവിടെ ഒരുപാട് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. സോ 7 മണിയായി, ഇതുവരെ നമ്മൾ ഒന്നിനെയും കണ്ടിട്ടില്ല. ഡെയിലി വരുന്ന സാധനമാണ്, നമ്മളെ ഭാഗ്യമുള്ളതുകൊണ്ട് ഇതുവരെ ഒന്നും വന്നിട്ടില്ല. കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ സ്റ്റേയിലോട്ട് പോകാം. നമുക്ക് ഭാഗ്യമില്ല. അവര് പറഞ്ഞു ഡെയിലി ഇവിടെ വരുന്നതാണ്. നല്ലടാ, ഡെയിലി വരുന്നില്ലേ? ഫോട്ടോ അവരെ കാണിച്ചു ഇന്നത്തേക്ക് ഇന്നും വന്ന് നമ്മൾ വരുന്നതിന് മുമ്പ്. നമുക്ക് ഭാഗ്യമില്ല. സോ അപ്പോൾ നമുക്ക് വൈൽഡ് ആനിമൽസിനെ ഒന്നും കാണാൻ പറ്റില്ല. നമ്മൾ തിരിച്ച് നമ്മളെ സ്റ്റേയിൽ വന്നു, ഫുഡൊക്കെ കഴിച്ചു. ഇനി നാളെ നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ്. നാളെ നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്. പോണ വഴിയിലും ചിലയിടത്തൊക്കെ ഇറങ്ങുന്നുണ്ട്. സോ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടുത്തൊരു വീഡിയോ കാണാം.